ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വ്യാ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തുടർന്നിരിക്കുന്നത് കോവിഡിന് മുൻപും ശേഷവും പാർട്ട് 3. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത 2 വീഡിയോ, ഒരു 1 വീക്ക് ആൻഡ് 2 വീക്സ് ബാക്ക് ചെയ്ത കോവിഡിന് മുമ്പും ശേഷം എന്നുള്ള 1-2 എപ്പിസോഡ്, ശേഷം ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് നടന്ന ഒരു ട്രാജഡി. അതായത് നമുക്ക് സൗഹൃദങ്ങളിൽ നമുക്ക് ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്, കുറേ സന്തോഷങ്ങൾ വന്നിട്ടുണ്ട്, പറയാറുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ട്രാജഡി എന്ന് പറയേണ്ടി വരും. കാരണം അവനോട് പറഞ്ഞതാണ്. അതിൽ ഇതിപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറയണം. പക്ഷേ അതായത് നമ്മുടെ ലൈഫിൽ ഇപ്പോഴത്തെ അല്ല, പ്രസൻറ്റ് ലൈഫല്ല പറയുന്നത്. ഒരു 5 വർഷം മുമ്പ് 2020 കോവിഡിൻ്റെ ടൈമിൽ ഞാനും വിദേശത്തായിരുന്നു, അവനും മറ്റൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും അറിയാം, പല ആളുകളും നാട്ടിലേക്ക് കോവിഡ് വന്നപ്പം നാട്ടിലേക്ക് പല ആളുകൾക്കും പോകേണ്ടി വന്നു, പല ഇതിനുമായിട്ടും. അങ്ങനെ ഉള്ള സമയത്ത് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഈ സ്റ്റോറി കേൾക്കുന്നത്, അത് സ്റ്റോറി എന്ന് പറയാനില്ല, അത് അവൻ്റെ ജീവൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. അവൻ്റെ ലൈഫിൽ നടന്ന സംഭവമാണ്. ഞാനതാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പേരൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാം. അതായത് 2020 ലോക്ക്ഡൗൺ ടൈമിൽ അവൻ്റെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ അവനക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന സിറ്റുവേഷനായി പോയി. ആ സമയത്ത് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റൊരു തൊഴിലാളി, എൻ്റെ ഫ്രണ്ടെന്ന് പറയാം, അവനെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അവരൊരു ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ്, അതായത് സ്റ്റാഫാണല്ലോ. അപ്പോൾ അവർ കുറച്ച് പേര് ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ അവർ ഓരോ ലോക്ക്ഡൗൺ ടൈമിൽ അവർ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കുറേ തമാശകൾ പറയാൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ, വീട്ടിലതൊക്കെ ഫുഡ് ഉണ്ടാക്കിയെന്നൊക്കെ. അല്ലെങ്കിൽ അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, പുറത്തുണ്ടായിരുന്നു, അവൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സമയത്ത് അവനൊരു ഫ്രണ്ടിനെ കമ്പനി പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ അതിനെ പറ്റിയൊരു ഡിസ്കഷൻ വന്നപ്പം അവൻ്റെ ഫ്രണ്ട്സ്, ഗ്രൂപ്പിലുള്ള അവൻ്റെ കൊളീഗും അതുപോലെ അവനക്കും പ്രതികരിക്കേണ്ടി വന്നു. പ്രതികരിക്കുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അവൻ്റെ ജോലി ടെർമിനേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവൻ്റെ സുഹൃത്താണ്, അവൻ്റെ മുതലാളിയുടെ ഒരു ഫ്രണ്ടാണ്. പക്ഷേ അവർ ആ ലെവലിലല്ല അവർ നിൽക്കുന്നത്. അവർ അത്രയും ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദമാണ് എല്ലാവരും. അവനിപ്പോൾ അവനോട് മാത്രമല്ല, മറ്റുള്ള എല്ലാവരുമായിട്ട് നല്ല സൗഹൃദമുള്ള ആളായിരുന്നു അവന്. ഈ സംഭവം അവന് കേട്ടു. അപ്പോൾ എല്ലാവരും വോയിസ് അവൻ കേട്ടു. പക്ഷേ അവൻ ടാർഗറ്റ് ചെയ്തത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വ്യക്തിയാണ് അവൻ ടാർഗറ്റ് ചെയ്തത്. അവൻ്റെ സുഹൃത്തായ, അതായത് ഈ പയ്യൻ്റെ ബോസിനോട് നിങ്ങളെ പറ്റിങ്ങനെ അനാവശ്യമായിട്ട് അവന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്, ഈ കോവിഡിൻ്റെ ടൈമിൽ 2020 കാര്യമാണ് പറയുന്നത്. ഈ സമയത്ത് അവന് ഈ ആ ഗ്രൂപ്പിലുള്ള അവൻ്റെ ചെറിയ ഇവർ ഓഫീസിൽ സ്റ്റാഫല്ലാതെ വേറൊരാൾ, എൻ്റെ ഫ്രണ്ട്, അതായത് എൻ്റെ ബോസിൻ്റെ ഫ്രണ്ട് പോയിട്ട് പറഞ്ഞു, ഇയാളോട് പോയി പറഞ്ഞു, നിങ്ങളെ പറ്റി അവർ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നാളെ പുറത്താക്കിയതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര വിഷയമായി. അവൻ്റെ സത്യത്തിൽ അതുകൂടെ അവൻ്റെ കരിയറും അവൻ്റെ ജോലിയും പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷം അവർക്ക് അവിടെ നിന്ന് അധികം നാളെ അവിടെ നിൽക്കേണ്ടി വന്നില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം അവിടെ നിന്ന് പോകേണ്ടി വന്നു. പക്ഷേ അവനക്ക് അവിടെ നിന്നും പിരിഞ്ഞ് പോകുമ്പം കമ്പനിയൊന്നും അവനക്ക് ഒരു ആനുകൂല്യം കൊടുത്തില്ല. അതുമാത്രമല്ല, അവൻ്റെ ശമ്പളം വരെ പിടിച്ചു വെച്ചു, അവനെ പറഞ്ഞയച്ചു. കുറേ അവന് ചോദിച്ചു നടന്നു കേട്ടിട്ടുണ്ടാവും, പറഞ്ഞു അവന്. പക്ഷേ അവനക്ക് കിട്ടിയില്ല. പിന്നീട് അവന് മറ്റൊരു രാജ്യത്തൊക്കെ അവന് പോയി. അവിടെ നിൽക്കേണ്ടി പറ്റിയില്ല, ജോലി ശരിയായില്ല. അവന് നാട്ടിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നു. പിന്നെ അവൻ തിരിച്ച് വീണ്ടും മറ്റൊരു വിദേശ രാജ്യത്തൊക്കെ പോയി. ഇപ്പോൾ അവനെല്ലാം ഹാപ്പിയായിട്ട് കഴിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവനങ്ങനെ ഞാനിത് വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോൾ അവനോട് തന്നെ പറഞ്ഞു, ഇവിടെ നീ പറയുന്നത്, ഞാൻ റിയലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതല്ല, ഞാൻ ഇമാജിൻ ചെയ്യുന്നൊന്നല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എന്നാലും ഈ സ്റ്റോറി നീ പറയുന്ന ഒരാൾ പേര് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഞാനത് അതായത് ഈ 2022 അവൻ എന്നോട് ഈ സംഭവം, ഈ നടന്ന കാര്യങ്ങളൊക്കെ അവൻ പറയുന്നത്. അവൻ നല്ലൊരു ഇതിലായിരുന്നു ജോലി ചെയ്യുന്നത്, നല്ല സ്ഥാപനത്തിലായിരുന്നു, നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നഷ്ടപ്പെട്ട കഥ അവനോട് പറഞ്ഞു. പക്ഷെ അവനക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വെച്ചാൽ അവൻ്റെ ഈ പറഞ്ഞ, അതായത് അവനക്കെതിരെ അവൻ്റെ മുതലാളിയോട് കംപ്ലയിൻറ്റ് ചെയ്ത ആ പയ്യൻ, അവൻ്റെ ഫ്രണ്ടായിട്ട് കണ്ടവന്,
അവനക്ക് വേണ്ടി ചില അവൻ നാട്ടിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു കുറേ കാലം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വിദേശത്താകുമ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് കയറുമ്പോഴും അല്ലെങ്കിൽ വിദേശത്ത് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴും എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പം നമ്മളത് കൂടാതെ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും എന്നുള്ള എല്ലാവർക്കും അറിയാം. അതുവരെ അത്രയും അവന് ഈ പറയുന്ന ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് കൊടുക്കുന്ന സാധനങ്ങളും അവർ തിരിച്ച് അവന് നാട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അവന് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ അങ്ങനെ കാണിച്ചു അവർക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ അവന് തിരിച്ച് അവനോടൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. അവൻ പ്രതികരിച്ചിട്ടില്ല. അവൻ പറഞ്ഞല്ല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ പ്രതികരിക്കുന്നില്ല, അവർക്ക് പടച്ചം കൊടുത്തോളൂ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയാനില്ല, അതിൽ സത്യമാണ്. സംബന്ധിച്ചാൽ ഇങ്ങനത്തെ വ്യക്തികൾക്ക് പടച്ചോന് ശിക്ഷ കൊടുക്കണം എന്നാണ് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളതല്ല ദൈവം. അതായത് ഞാൻ പറയാം, ഒരു ദ്രോഹം ചെയ്ത ആളുകളോട് ഇങ്ങനെയൊക്കെ മറ്റുള്ള ആൾ ചെയ്യുന്നു. പക്ഷേ അവനിപ്പോഴും പറയാറുണ്ട്, അതായത് ഇപ്പോൾ അവൻ്റെ ജോലി പോയി നമുക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ അവൻ പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ വ്യക്തി, അപ്പോൾ അവൻ്റെ മുരളിയോട് ഈ സംഭവം പറഞ്ഞ വ്യക്തിക്ക് എന്താണ് കിട്ടിയത് വെച്ചാൽ, എനിക്ക് എൻ്റെ കരിയർ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അവനക്ക് എന്താ കിട്ടും. പക്ഷെ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടായിരുന്നു. അവനിടയ്ക്ക് എന്താ പറയുക, കരന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ ഈ അവനോട് സംസാരം കാണാൻ കേട്ടപ്പോഴൊക്കെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പല ആളുകൾക്കുണ്ടാവും. സത്യത്തിൽ കോവിഡ് എന്ന സംഭവം ഞാൻ പറഞ്ഞില്ല, ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയും. കാരണം പല ആളുകളെയും ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിച്ച ഒരുപാട് വ്യക്തികൾ അവർ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിന് മുമ്പ്, ഈ കോവിഡിന് മുമ്പ് വരെ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, കോവിഡിന് ശേഷം അവർ നമ്മളെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിന് കറക്റ്റ് ഒരു പിക്ചർ നമുക്ക് ഈ കോവിഡ് എന്ന സംഭവം കൊണ്ട് കിട്ടി. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നേ ഞാൻ പറയുള്ളൂ. സംഭവിച്ചാൽ എന്താ പറയുക, ആളുകൾ മനസ്സിലാക്കാൻ ചില ആൾക്ക് പെട്ടെന്ന് കഴിയില്ല. ചില വ്യക്തികളുണ്ട്, ചില വ്യക്തികൾ പെട്ടെന്ന് ആളെ ക്യാച്ച് ചെയ്ത് വരും, ഇവൻ മോശക്കാരാണ്, അല്ലെങ്കിൽ ഇവന് ഒരു കളത്തിലൂടെ മുഖത്തുണ്ടെന്ന് പറയും. ചില ആളുകൾക്ക് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്ത്, ഞാൻ പറഞ്ഞ ഈ സ്റ്റോറിൽ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, അവനക്കും അവരാരും തിരിച്ചറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് മനസ്സിൽ ഭയങ്കര ഇതായി പോയി നിങ്ങളെ കിടക്കേണ്ടപ്പോഴും. പക്ഷെ അതിനുശേഷം ഓരോ മനസ്സിലായി. അവൻ ഇപ്പോഴും എന്നെ ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവന് പറയാറുണ്ട്, ഇപ്പം ഞാൻ ഒരാളെ ഞാൻ നമ്പാറില്ല എന്ന് പറയും. സംബന്ധിച്ചതല്ല, അവൻ ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജോലി കറക്റ്റായിട്ട് 100% ആത്മാർത്ഥം ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ സംഭവവും ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് എല്ലാവരോടും ട്രസ്റ്റ് സംഭവം ഉണ്ടല്ലോ, അത് അവന് കുറവാന്ന് പറഞ്ഞു എല്ലാവരോടും. അത് മതി, അതാണ് നല്ലത്. എന്തിനാ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ അവന് ജോലി കഴിഞ്ഞാൽ അവന് റൂം കഴിഞ്ഞാൽ പിന്നെ അവനായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും, അത്ര തന്നെ. ഇപ്പോൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക, പല കാര്യങ്ങളും ചെയ്യേണ്ട ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളൂ. അവനെ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. ഇതൊക്കെ ഒരു പാഠങ്ങളാണ്, ലൈഫിലോരോ പാഠങ്ങളാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് വീട്ടിലോട് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.